വെൽക്കം ടു ജിനു ജെയിംസ് ദ ഹിപ്നോട്ടിസ്റ്റ്. എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കോമൺലി നമ്മൾ ചില അമ്മമാരെ പറ്റി പറയുന്ന കാര്യങ്ങളുണ്ട്. അവർ ഭയങ്കര പിടിവാശിയുള്ള അമ്മമാരുണ്ട്. മക്കളുടെ കാര്യത്തിൽ അവരോട് അങ്ങനെ ചെയ്യരുത്, നീ ഇത് തന്നെ ചെയ്യാവുള്ളൂ, അങ്ങനെ തുടർച്ചയായിട്ട് പിടിവാശികളും ഒരു രീതിയിൽ മക്കളെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടാതെ പിടിച്ചു വെക്കുന്ന അമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. എനിക്ക് അവർക്ക് അറിയില്ല ഇതിങ്ങനെയുള്ളൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല. അതൊരു കണ്ടീഷനാണ്. ഞാൻ വിശദീകരിച്ച് തരാം. Don't you swear at me, you little shit! Don't you ever raise your voice at me! I am your mother! Do you understand? അമ്മമാർക്ക് പൊതുവേ മക്കളുടെ കാര്യത്തിൽ വരുമ്പോഴേക്കും പ്രത്യേകിച്ച് പെൺകുട്ടികളാണ് ഇവരുടെ ഇരകളെങ്കിൽ ഈ പെൺകുട്ടികൾ എവിടെ പോയി കഴിഞ്ഞാൽ അമ്മമാർ പിറയുണ്ടാവും. ആരുടെ അടുത്തൊന്നും ഒന്നും ഫ്രീ ആയിട്ട് വാങ്ങിക്കുന്ന ഇഷ്ടമല്ല. അമ്മ ചേച്ചിയെ കാണാൻ വന്നിരുന്നോ? വന്നു. സാരിയുടെ കാശ് തരികയും ചെയ്തു. അയ്യോ, ഈ അമ്മ എന്നെ നാണം കെടുത്തി കൊല്ലും. എന്നോടൊരു ലിമിറ്റിനപ്പുറത്ത് ആരെങ്കിലും സ്നേഹം കാണിച്ചാൽ അവിടെ അമ്മ പാര വയ്ക്കും. ഒറ്റ മോളല്ലേ, അതിന്റെ പൊസസീവ്നെസ്സാ. ഉദാഹരണം ഒരു സോഷ്യൽ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഒരു പബ്ലിക്കിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആദ്യമായിട്ട് ഇവർ ഒരിക്കലും ഈ അമ്മമാരെക്കാളും കൂടുതൽ മക്കൾ ഡ്രസ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സുന്ദരിയായിട്ടൊക്കെ നിൽക്കുക ചെയ്യുമ്പോൾ അമ്മമാർക്ക് സഹിക്കില്ല. അപ്പോൾ അവർ പതുക്കെ കുറ്റം പറയാൻ തുടങ്ങും പബ്ലിക്കലി. അതായത് എല്ലാവരുടെയും മുമ്പിൽ ചിലപ്പോൾ ഈ മക്കളെ നാണം കെടുത്തും. അപ്പോൾ ഈ മക്കൾക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയണത്. ഒരുപക്ഷെ അമ്മയോട് ദേഷ്യം അല്ലെങ്കിൽ മക്കളോട് ദേഷ്യം ഉള്ളത് കൊണ്ടാണെന്നുള്ളൊരു ചിന്താഗതി മക്കൾക്കുണ്ടാകും. പിന്നെ തുടർച്ചയായിട്ട് വരുമ്പോഴേക്കും ഇതൊരു ഫസ്റ്റ് കണ്ടീഷനാണ്. അവർക്കൊരു ഗ്രാൻഡിയോസിറ്റി എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം അതായത് തന്നെ താഴ്ത്തി കിട്ടുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ദേ ജസ്റ്റ് റിയാക്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിലും അവരെ ഈ നാണം കെടുത്തുക എന്ന് പറയുന്നില്ലേ, ആ ഒരു സ്റ്റേജിൽ കൊണ്ടുവരും. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഉള്ള അമ്മമാർക്ക് പറയുന്ന ഒരു പേരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, NPD. NPD ട്രെയ്റ്റ്സ് ഉള്ള അമ്മമാർ അവരുടെ ലൈഫിൽ ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. അതിന് പലരും പറയും മെഡിക്കൽ സയൻസ് അതിന് ട്രീറ്റ്മെൻ്റ് ഇല്ല, ഒരു രീതിയിൽ കൗൺസിലിംഗ് തെറാപ്പി ചെയ്താലും അവർക്ക് അതിനകത്ത് പുറത്ത് ചാടാൻ പറ്റില്ല എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ ചില കേസുകളിൽ ഹിപ്നോസിസ് ഒക്കെ ഡെഫിനറ്റ്ലി ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറേ ക്ലയൻറ്റ്സ് വന്ന സമയത്ത് ഇവരുടെയൊക്കെ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് ഇവർക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കും ഒരു ചേഞ്ച് വേണമെന്നുള്ളൊരു നീഡുണ്ടാകും. അപ്പോൾ ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള അമ്മമാർ കുറച്ച് കഴിയുമ്പോഴേക്കും മക്കൾ എത്ര വളർന്നാലും തന്നോളം വളർന്നുമ്പോൾ താനെന്ന് വിളിക്കണമെന്ന് പണ്ടൊക്കെ പറയുന്നത് പോലെ ഈ അമ്മയുടെ അതേ സെയിം ബോഡി ഷേപ്പ് അല്ലെങ്കിൽ ഫിഗറിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഏകദേശം സെയിം ഹൈറ്റൊക്കെ വന്നു കഴിയുമ്പോൾ അവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും അമ്മമാർ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടാകാം. മിക്കവരും എൻ്റെ തെറാപ്പി സെൻറ്ററിലേക്ക് വരുമ്പോൾ അനുഭവം പറയുന്നതാണ്. അമ്മ ഒരു രീതിയിൽ സമ്മതിക്കത്തില്ല, അമ്മയ്ക്ക് പിടിവാശിയാണ്, ഞാൻ പറയുന്നതേ ചെയ്യാവുള്ളൂ, ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞ് മക്കൾ കരഞ്ഞ് പറയുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. ഈ ഒരു അമ്മമാർക്ക് അറിയില്ല അവർ ആ ഒരു അവസ്ഥയിലാണെന്നുള്ളത്. ഫസ്റ്റ് അവർക്ക് ഈ പണ്ടത്തെ നമ്മൾ പറയാറുണ്ടല്ലോ, പണ്ടത്തെ കാലഘട്ടത്തിലെ കാരണന്മാർ ഭയങ്കര പിടിവാശിക്കാരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുകൊണ്ടായിരിക്കാം ഇവർക്ക് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി കണ്ടീഷൻ ഉണ്ടെന്ന് തിരിച്ചറിയാതെ പോകുന്നത്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, ഇവർ എവിടെ പോയി കഴിഞ്ഞാലും, ഉദാഹരണം ഇവരെ ഒന്ന് ഇൻസൾട്ട് ചെയ്യുകയോ എങ്ങനെയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതൊരു മനസ്സിൽ വെച്ചുകൊണ്ട് ഇവർ വാശിയായിട്ട് വയ്ക്കും, ഒന്ന് റിയാക്ട് ചെയ്തു. ഇപ്പോൾ ഈ മകളാണെങ്കിൽ പബ്ലിക്കിൽ വന്ന സമയത്ത് അവളെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അവളെ നാണം കെട്ടിയ സമയത്ത് അവൾ റിയാക്ട് ചെയ്തു എന്ന് വിചാരിച്ചു, ഇവരിത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ തൊട്ട് ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ സെൽഫ് ടോക്ക് ആയിരിക്കും. അവരിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നാശം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമായിട്ടും ഈ മകളുടെ കംപ്ലീറ്റ് കോൺഫിഡൻസ് ഇവർ തകർത്തത്. ഇതൊരു പേഴ്സണാലിറ്റി ട്രെയ്റ്റാണ്. അപ്പോൾ ആ അമ്മമാർ ഈ മക്കളെ കണക്കാക്കുന്നത് സ്വന്തം ഒരു മാനേജർ എന്ന രീതിയിലായിരിക്കും. അതായത് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വളർത്തിക്കൊണ്ട് വരിക എന്ന രീതിയിലേക്ക് വരുമല്ലോ, ഈ ഒരു നേച്ചർ ഉണ്ടാകും. പിന്നെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മക്കൾ ചെയ്യുന്നതിൽ ഒരു രീതിയിലുള്ള വാലിഡേഷൻ എന്ന് പറയുന്നത് അമ്മമാർ കൊടുക്കില്ല. കാരണം മറ്റുള്ളവർക്കൊരു സന്തോഷം തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ പുള്ളിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം ഈ അമ്മമാർക്ക്. അപ്പം ഇങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഏജ് കഴിഞ്ഞു, ഒരു 60 അല്ലെങ്കിൽ 70+ ഏജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരാൻ പോകുന്ന അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി, ഇത് 7 70 ഒരുപോലെ എന്ന് പറയുന്നില്ലേ. കാരണം കുട്ടികളുടെ സ്വഭാവമായിരിക്കും ഭയങ്കരമായി പിടിവാശി, ഒരു രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, മക്കൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അമ്മമാരുടെ സ്വഭാവം മാറാറുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് ചില സിറ്റുവേഷനിലൊക്കെ വീട്ടിലേക്കാണെങ്കിലും മക്കൾ ഇവിടെ തെറാപ്പിയൊക്കെ എടുക്കാൻ പറ്റുന്ന സമയത്ത് പെൺപിള്ളേരൊക്കെ പറയും,
അമ്മമാരെ ഒരു രക്ഷയില്ല, ഒരു പ്രായമായി, പക്ഷേ ഒരു രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അത് കുറ്റമായിട്ടാണ് അമ്മയ്ക്ക് ഫീൽ ചെയ്യുക. ഞാൻ എന്തൊരു കാര്യം ചെയ്തു കൊടുത്താലും ഒരു വിധത്തിലും അത് അംഗീകരിക്കത്തില്ല. അവർക്ക് അതിനെപ്പറ്റിയുള്ള ഒരു സ്നേഹമോ ഒരു സന്തോഷ പ്രകടനമോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇവർ തനിച്ചിരുത്തിട്ട് പോകാൻ പറ്റില്ല, ഇവർക്ക് ഒരു പുറത്ത് പോകാൻ പോലും പറ്റത്തില്ല. ഒരു ക്ലയൻറ്റ് വന്ന് പറഞ്ഞതാണ്, ഈ അമ്മ വീട്ടിലുള്ള സമയത്ത് അമ്മ ഹെൽത്തിയാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അമ്മേനെ നോക്കാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. പിറ്റേ ദിവസം വീട്ടിൽ കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തം ഹസ്ബൻഡിൻ്റെ കൂടെ ആണെങ്കിലും പുറത്ത് പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ഇഷ്യൂ ഉണ്ടാക്കുകയും അമ്മ. പിന്നീട് ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ തുരുതുരാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഭയങ്കരമായിട്ട് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. ഈ അമ്മമാർ ചെയ്യുന്ന വേറൊരു നേച്ചറോടെ ഉണ്ട്. ഇവർ നമ്മൾ മക്കൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിരിക്കും വിളിച്ചിട്ട് തുടർച്ചയായിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞ് അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഒരു ബേസിക് നേച്ചർ തന്നെയാണ്. ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ ചെയ്യുന്ന സംബന്ധിച്ചാൽ ദേ ആർ ഹിപ്നോട്ടൈസിങ് ദം. ഇത് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഉപബോധ മനസ്സിലേക്കാണ് ഈ ഒരു ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം മക്കൾക്ക് കിട്ടുക. ഒരു തുടർച്ചയായിട്ട് ഈ അവസ്ഥയിലേക്ക് പോകുന്ന മക്കളുടെ ഒരു സ്റ്റേജ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇട്ട് തരാം. ഹൗ ദേ വിൽ ചേഞ്ച്, എങ്ങനെയാണ് അവരുടെ മാനസിക ശേഷി ഉണ്ടാവുക എന്നുള്ളത് ഇട്ട് തരാം. ഇതാണ് രണ്ടാമത്തെ, ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അമ്മമാർക്കുണ്ടാവും. അവർക്ക് ഒരു രീതിയിലും അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. ദേ നെവർ അക്സെപ്റ്റ് അതേഴ്സ്. തേർഡ് വൺ, അമ്മമാർക്ക് ഭയങ്കര സെൽഫ് കെയർ ആയിരിക്കും. അവർക്ക് ഭയങ്കര ചമഞ്ഞ് നടക്കും. എത്ര പ്രായമായാലും അവർ ചമഞ്ഞ് നടക്കും. ഭയങ്കര ഭംഗിയായിട്ട് നടക്കണം എന്നുള്ളൊരു അപ്പിയറൻസ് ഉണ്ടാവും. മറ്റുള്ളവരുടെ അടുത്ത് പോലും ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവും. ഇപ്പം എന്ത് കാര്യം ചർച്ചയ്ക്കിട്ടാലും എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാര്യം വന്നാലും ദേ റിയാക്ട്. അവർ ചർച്ച ചെയ്യുമ്പോൾ ഭയങ്കര വാശിയായിട്ട് ആ പിടിവാശി എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, അതിൽ തന്നെ പിടിച്ചുകൊണ്ട് നിൽക്കും. പിന്നെ അവരൊരു പെർഫെക്ഷനിസ്റ്റ് നേച്ചറോടെ ഉണ്ടാവും. അതായത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അത് കൃത്യം വരച്ച വരയിൽ ചെയ്യണം. ഇപ്പോൾ ഒരു ഡ്രസ്സ് മടക്കി വയ്ക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് മടക്കി എവിടെ വെച്ചോ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും രീതിയിൽ അതിനെ മാറ്റം വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു കണ്ടീഷനാണ്. അപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു അമ്മമാരുടെ നമുക്ക് ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് ഉണ്ടായിരുന്ന അമ്മമാർ. ദ ഫസ്റ്റ് വൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് അമ്മമാർക്ക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് പുറത്തു വരാൻ പറ്റുള്ളൂ. ഇതൊരു മാനസിക അസുഖമൊന്നുമല്ല, പക്ഷേ ഇതൊരു പേഴ്സണാലിറ്റി ട്രൈറ്റാണ്. അതായത് ജനിച്ച് വളർന്ന സാഹചര്യം തൊട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നു ഇതേപോലെ ആയിരിക്കും. അവരുടെ പേരൻസും ഇങ്ങനെ ആയിരിക്കാം. അമ്മമാരും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കടന്നു വന്നിട്ടുണ്ടാവും. പഴയ കാലഘട്ടമാണ്. അപ്പോൾ ആ സമയത്തു നിന്നൊക്കെ ഇതേ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് നാർസിസ്റ്റിക് ആയിട്ടുള്ള അമ്മമാരുടെ ഒരു ബേസിക് ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ്സ് കോമൺലി സെഡ് ദാറ്റ് നാർസിസ്റ്റിക് വിൽ നെവർ ചേഞ്ച് അണ്ടിൽ ദേ ഡൈ. അതായത് അവർ മരണപ്പെടുന്ന വരത്തേക്ക് മാറില്ല എന്നാണ് പൊതുവെ പറയുക. ബട്ട് ഹിപ്നോസിസിൽ ചില കേസുകൾ നമുക്കത് ഇവർ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണ് എന്ന് തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു ടെക്നിക്കൽ ടൂൾസ് ഹിപ്നോസിസിലുണ്ട്. നമ്മൾ സാധാരണ തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ ഐ ആസ്ക് ദ ക്ലയൻറ്റ് ജസ്റ്റ് ഡു ദിസ്. അപ്പോൾ ചില കേസുകളിൽ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ടെക്നിക്കൽ സൈഡിൽ ചില സ്റ്റേജ് വൈ ഇട്ട് കൊടുക്കും. ഇവർ സ്വാഭാവികമായിട്ടും വരത്തില്ല. എനിക്ക് പ്രശ്നമൊന്നുമില്ല, മറ്റുള്ള നിനക്ക് പ്രശ്നമില്ല, നിന്നെ കൊണ്ട് കാണിച്ചാൽ മതി എന്ന രീതിയിൽ മക്കളെ കൊണ്ടായിരിക്കും തെറാപ്പിക്ക് വരുന്നത്. അമ്മയ്ക്ക് പ്രശ്നമില്ല, മക്കൾക്കാണ് തെറാപ്പി വേണ്ടി വരിക എന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ പറഞ്ഞ് വന്ന് കഴിയുമ്പോൾ തുടർച്ചയായിട്ട് ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ പതുക്കെ ദേ അണ്ടർസ്റ്റാൻഡ്, അവർക്കാണ് ഇഷ്യൂ എന്ന് മനസ്സിലായി. ആ ചേഞ്ച് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയേ ഇതിനകത്തൊരു മാറ്റമുള്ളൂ. സ്വാഭാവികമായിട്ട് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലോ പേരൻസോ അപ്പനോ അമ്മയോ ആര് പറഞ്ഞു കൊടുത്താലും ദേ നെവർ അക്സെപ്റ്റ്. ഒരു തിരിച്ചറിവുണ്ടാണെങ്കിൽ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവർക്ക് ഒരു നാർസിസ്റ്റിക് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കണം. സോ ഇതാണ് NPD ട്രൈറ്റ്സ് ഉള്ള അമ്മമാരുടെ ഒരു സ്വഭാവ സവിശേഷതകൾ. അപ്പം ഇതൊരു ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ദേ ഷുഡ് ഹാവ് എ വിൽ. അവർക്കൊരു സ്വാഭാവികമായിട്ടൊരു ചേഞ്ച് വേണമെന്നുള്ള ആഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അമ്മമാർ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ട കാര്യം വെച്ചാൽ ഇവരുടെ മക്കൾക്കുണ്ടാകുന്ന കണ്ടീഷൻ ഇസ് റിയലി ഡേഞ്ചറസ്. അതെന്താണ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ട് തരാം. സോ സ്റ്റിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് ജിനു ജെയിംസ് സൈനിങ് ഓഫ്. താങ്ക് യു.